ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയത് 109 ഗ്രാം സ്വർണം. പണിക്കൂലിയായാണ് 109 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരി വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെ 12ാം പ്രതിയാക്കിയേക്കും ഗോവർദ്ധനെ 13ാം പ്രതിയാക്കിയും FIR ഇട്ടു. കേസിൽ ഇരുവരെയും ഉടൻ ചോദ്യം ചെയ്യും. ഇതിനായി നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സിജോ? ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ആദ്യം നൽകിയിരുന്ന മൊഴി. പിന്നീട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് SIT ഇവരെ പ്രതിയേർക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇവരിപ്പോൾ റിമാൻഡിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇവരുടെ പ്രതിസ്ഥാനം സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പങ്കജ് ഭണ്ഡാരിയെ 12ാം പ്രതിയായും ഗോവർദ്ധനെ 13ാം പ്രതിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലാണ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 109 ഗ്രാം സ്വർണ്ണമാണ് SIT പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് പങ്കജ് ഭണ്ഡാരി അവിടെ നടത്തിയ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു പണമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് തത്തുല്യമായ ഒരു ഗോൾഡ് ആണ് എന്നുള്ളൊരു വിവരവും ഈ FIRൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം കടക്കുകയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നാളെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ പ്രതികൾ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാകുകയാണ്. ഇന്ന് തന്നെ ഗോവർദ്ധൻ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പിന്നെ ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഗോവർദ്ധൻ പറയുന്നത്. കാരണം ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമാണ് എന്നുള്ളത് സംബന്ധിച്ച് അറിയില്ല എന്നുള്ള കാര്യം ആണ് ഇദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല പലപ്പോഴായി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ഏൽപ്പിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണ്. അത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള റെമ്യൂണറേഷൻ എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുടെ കൂട്ടായി നിൽക്കുകയോ അതിൽ പങ്കുപറ്റുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്കുള്ള സ്പോൺസർ തുകയായി പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ പല ഇടപാടുകളും ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നു. അങ്ങനെ സ്വർണം എത്തിച്ചപ്പോൾ അതിനുള്ള തുക നൽകുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ഗോവർദ്ധന്റെ വാദം. അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും വൈകാതെ തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഇപ്പോൾ വലിയ തലത്തിൽ കോടതി അടക്കം നമ്മൾ കണ്ടതാണ്. ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. തൃപ്തിയുണ്ട് കോടതിക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഈ കേസിൽ പ്രതികൾ വരാനുള്ള സാധ്യതയാണോ? കാരണം നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക അറസ്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? കാരണം ഈ ജയശ്രീ അടക്കം മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു തുടർ നീക്കം ഏത് തലത്തിലായിരിക്കും SITയുടെ സിജോ? ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അതിൽ വിശദമായി വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അവർ അറസ്റ്റിലേക്ക് കിടക്കുക. എന്തായാലും അവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കിടക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. ആദ്യം കീഴ്ക്കോടതിയെയും പിന്നീട് ഹൈക്കോടതിയൊക്കെ സമീപിച്ചിരുന്നു. അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് അവർക്ക് അനുകൂലമായ ഒരു വിധി കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഉന്നത തലത്തിലേക്ക് ഇതിന്റെ അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ്. 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് ഈ ബോർഡിൽ അംഗങ്ങളായിരുന്ന 2 പേരുണ്ട്. ആ 2 പേരെയും ശങ്കർദാസിനെയും അതോടൊപ്പം തന്നെ വിജയകുമാറിനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് വിട്ടയക്കുകയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ 2 പേരെയും പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാത്തെന്നുള്ളതാണ്. ഇവരുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിപ്പിച്ചു വരുത്തും. ഒരുപക്ഷെ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്യൽ തുടരുന്നതനുസരിച്ച് ഇതിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.